السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. يا ربي واجعل رجائي غير منقص لديك واجعل حسابي غير منحرم. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, ഷമീമെ മദീന അതിൻ്റെ മുഹിബ്ബീങ്ങളെ, ഖാദിമീങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരിലേക്ക് നിങ്ങൾ ഇൽമിനെ പ്രചരിപ്പിക്കുന്നുണ്ട്. നല്ല നല്ല ഉംറയുടെ കാര്യം, പിന്നെ നല്ല നല്ല കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുന്നുണ്ട്. വളരെയേറെ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പ്രിയപ്പെട്ട ഒരുപാട് മുഹിബ്ബീങ്ങൾ, സഹോദര സഹോദരിമാർ, പല ആൾക്കാരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഷമീമെ മദീന അതിൻ്റെ ഒരുപാട് ആൾക്കാർ റഹ്മാനായ തമ്പുരാനെ പരിപൂർണമായ ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. മുസ്തമിറായ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അവസാനം ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത്. ഈ ക്ലാസ് തുടക്കത്തിൽ ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടി ഈ ചാനൽ ആദ്യമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുകയുണ്ടായി, ഉംറ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏതാണ് സ്വലാത്ത് അധികരിപ്പിച്ചത്? ഏത് സ്വലാത്തിന്റെ കാരണം കൊണ്ടാണ് നിങ്ങൾ മക്കയുള്ള ഹറമിലേക്ക്, മദീനയിലേക്ക് എത്തിയത്? പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അവന്റെ അനുഗ്രഹം കൊണ്ട് ഉംറ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം. ഒരുപാട് മക്കയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾക്ക് കാണണം. മരിക്കുന്നതിന് മുമ്പ് കാണണം. മരിക്കുന്നതിന് മുമ്പ് ആ റൗള ഷരീഫ് നമ്മൾ കാണണം. അവിടെ ചാരത്ത് നിന്ന്, ആ പച്ചക്കുപ്പയുടെ മുമ്പിൽ നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്നുള്ള സ്വലാത്തും സലാമും ചൊല്ലാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മക്കയിൽ ഒരു നോമ്പ് പിടിക്കൽ മക്കയുടെ വെളിയിൽ വെച്ച് 1,00,000 നോമ്പ് പിടിക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം മക്കയിലുള്ളതായ ഒരു നോമ്പിനിക്കാണെന്ന് ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അങ്ങനെ ഒരു പവിത്രമായ, ഒരു പരിശുദ്ധമായ ഒരു മണ്ണാണ് മക്കയുടെ മണ്ണ്. ആ മക്കയിൽ നമ്മൾ ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ അല്ലാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മക്കയിൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1,00,000 സുബ്ഹാനല്ലാഹ് പറഞ്ഞതിൻ്റെ പ്രതിഫലമാണ്. ആ മക്ക ഹറമിൽ വെച്ച് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ, ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിലുള്ള കൂലികൾ നമ്മൾക്ക് സമ്പാദിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്താൽ 70,000 തെറ്റിന്റെ കുറ്റമുണ്ട്. അതുകൊണ്ട് പവിത്രമാകുന്ന, പരിശുദ്ധമാകപ്പെട്ടതായ മക്ക അല്ലാഹു തആല നമ്മൾക്ക് കാണാൻ വേണ്ടി അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സമ്പത്ത് 95
1 ലക്ഷം കൊണ്ട് നമ്മൾ ഉംറക്ക് പോകുന്നുണ്ട്, ചെലവഴിച്ച് ഉംറക്ക് പോകുന്നുണ്ട്. നമുക്ക് ചെലവാക്കിയതായ കാശ് മുതലടക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതെല്ലാം കഴിഞ്ഞ ഉംറാന്റെ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട ഒരുപാട് 40 പേരെ അടങ്ങുന്ന ഒരുപാട് മുഹിബ്ബീങ്ങൾ, ഒരുപാട് സഹോദര സഹോദരിമാർ ഉംറയിലേക്ക് വന്നു. ക്ലാസ് എല്ലാം കേട്ടു. അൽഹംദുലില്ലാ, അവർക്ക് വളരെയേറെ സന്തോഷമായി. ഇനിയും ഒരുപാട് കാര്യം പറയാനുണ്ട്. നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറയട്ടെ. ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അവർക്കൊരു തൗഫീഖ് ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള പവിത്രമായ മണ്ണാണ് പ്രിയപ്പെട്ടവരെ. ആ തവാഫ് അഫ്ളലു മിന സ്വലാത്തിൻ നഫലി, സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠ തവാഫാണെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തവാഫിനെ അധികരിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്ന ഫീ കുല്ലി യൗമിൻ വലൈല, തീർച്ചയായിട്ടും ഹറമിൽ എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല 120 റഹ്മത്ത് അല്ലാഹു ചൊരിയും. 120 റഹ്മത്ത് അല്ലാഹു തആല മസ്ജിദുൽ ഹറാമിൽ അല്ലാഹു തആല ചൊരിയും. ആ 120 റഹ്മത്തിൽ പ്രത്യേകമായ 120 റഹ്മത്താണ്. അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ലക്ഷക്കണക്കിലുള്ള പ്രതിഫലമുണ്ട്. ശരി, അതിനേക്കാളും അതല്ല, 120 റഹ്മത്ത് പ്രത്യേകിച്ചിട്ടും അല്ലാഹു ഇറക്കും എല്ലാ ദിവസവും. അതിൽ സിത്തു തൻസിലു അലാ ഹാദൽ ബൈത്തി സിത്തൂന ലിത്വായിഫീൻ. ആ കഅബയിൽ മസ്ജിദുൽ ഹറാമിൽ, ആ കഅബയുടെ അരികിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 60 റഹ്മത്ത് തവാഫ് ചെയ്യുന്നവർക്കാണ്. തവാഫിനെ അധികരിപ്പിക്കാം. തവാഫ് ചെയ്യുന്നവർക്ക് 60 റഹ്മത്താണ്. വഅർബഊന ലിൽ മുസല്ലീൻ, അവിടെ ഹറമിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നവർക്ക് 40 റഹ്മത്ത് അല്ലാഹു ചൊരിച്ചു തരും. വയശ്റൂന ലിന്നാദിരീൻ, വെറുതെ ഒന്ന് കഅബാനെ നോക്കിയാൽ തന്നെ 20 റഹ്മത്ത് അല്ലാഹു ചൊരിഞ്ഞു തരും. അങ്ങനെയുള്ള പവിത്രമാകുന്ന പരിശുദ്ധമാകുന്ന കഅബയാണ്, മക്കയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു നോട്ടം കഅബയിലേക്ക് നോക്കിയാൽ, മനവന്നളറത്തുൽ വാഹിദ, ഒരു നോട്ടം നോക്കിയാൽ അവൻ്റെ ഉമ്മ അവനെ എങ്ങനെയാണോ പ്രസവിച്ചത്, ആ ക്രമത്തിൽ ശുദ്ധമായ ഹൃദയത്തിൽ, നല്ല ശുദ്ധമായ ഹൃദയത്തിൽ അവൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, തവാഫ് ചെയ്തതിൻ്റെ കൂലിയല്ല, ഉംറ ചെയ്തതിൻ്റെ കൂലിയല്ല, സഅയ് ചെയ്തതിൻ്റെ കൂലിയല്ല, ഒരു നോട്ടം കഅബയിലേക്ക് നോക്കിയാലുള്ള കിട്ടുന്ന പ്രതിഫലം, അവൻ്റെ എല്ലാ ദോഷങ്ങളും ഒരൊറ്റ നോട്ടത്തിൽ അല്ലാഹു തആല പൊറുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹറമിൽ വെച്ച് ഒരു ദിർഹം നീ ചെലവ് ചെയ്താൽ, 1 റിയാൽ നീ ചെലവ് ചെയ്താൽ ലക്ഷക്കണക്കിലുള്ളതായ പ്രതിഫലമാണ്. ഒരു ചായ എടുത്തു കൊടുത്തു, ആർക്ക്? കൂടെയുള്ള ആജിമാർക്ക്, നിന്റെ കൂടെ വന്നവർക്ക് 1 ഗ്ലാസ് വെള്ളം കൊടുത്ത് ലക്ഷക്കണക്കിലുള്ളതായ പ്രതിഫലമാണ്. പ്രത്യേകിച്ചിട്ടും ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, ഉംറക്ക് പോകുന്ന മുഹിബ്ബീങ്ങളോട് പറയുന്നത്, ഒരു കാരണവശത്താലും ഹറമിൽ വെച്ചുള്ള ഒരു ജമാഅത്ത് പോലും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. ഹറമിൽ വെച്ചുള്ള ഒരു ജമാഅത്തും ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. ഇവിടെയുള്ള ഒരു ജമാഅത്തിന് 27 പ്രതിഫലമുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ജമാഅത്തിന് കോടിക്കണക്കിലുള്ള പ്രതിഫലമാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുതേ പ്രിയപ്പെട്ടതായ മുഹിബ്ബീങ്ങളെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾക്ക് അജിയദ് ഗ്രൂപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് സന്ദർശിക്കാൻ വേണ്ടി സാധിച്ചു. മക്ക എന്ന് പറഞ്ഞാൽ ചരിത്ര ഭൂമിയാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മക്കയിൽ ജബലുന്നൂർ എന്നുള്ളതായ പർവ്വതം,
ജബലുന്നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ പർവ്വതമെന്നാണ്. രാത്രിയിൽ പോയാൽ ആർക്കും രാത്രിയോ പകലോ എവിടെ പോയാൽ അവനിക്ക് പോകാൻ വേണ്ടി സാധിക്കും. അത് പ്രകാശിക്കുന്നതായിട്ട് നിനക്ക് തോന്നും. അവിടെ പോലെ സുന്നത്തോ അവിടെ 2 റക്അത്ത് നിസ്കരിക്കുള്ള സുന്നത്തോ എന്നല്ല, എന്നാൽ ആ സ്ഥലങ്ങളൊന്ന് പോയിട്ട് കാണാം. പിന്നെ ജന്നത്തുൽ മുഅല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ മകൾ അസ്മാഹ് ബീവിയുണ്ട്, റസൂലുള്ളാഹിന്റെ മകനുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലാനുണ്ട്. അങ്ങനെയുള്ള ജന്നത്തുൽ മുഅല്ല സ്ത്രീകൾക്ക് അവിടെ കടക്കാൻ പരിമിഷനമില്ല. പുരുഷന്മാർ അവിടെ കടന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നുണ്ട്. നല്ല സ്ഥലങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അല്ലാഹു തആല നമുക്ക് കാണാൻ വേണ്ടി തൗഫീഖ് നൽകട്ടെ. പിന്നെ മക്കയിൽ പ്രിയപ്പെട്ടവരെ മസ്ജിദുൽ ജിന്ന് എന്നുള്ള സ്ഥലങ്ങളുണ്ട്, മസ്ജിദുൻ നമിറ എന്നുള്ള സ്ഥലങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ ജിന്നുകൾക്ക് ഓതിക്കൊടുത്തതായ പള്ളിയാണ്. അതിൻ്റെ മഹത്വങ്ങളെല്ലാം നേരെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കേട്ടവരാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ സഹോദരന്മാരെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ആ പള്ളിയിൽ നിന്ന് 11 പ്രാവശ്യം സൂറത്തുൽ മുസമ്മിൽ സൂറത്ത് ഓതിയാൽ അതാ മക്കളുണ്ടാവും. ഒരുപാട് അനുഭവമാണ്, ഒരുപാട് സന്തോഷ വാർത്തയാണ് കിട്ടിയത്. അങ്ങനെയുള്ളതായ മഹത്വം നിറഞ്ഞതായ പള്ളികളാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ പള്ളി കാണാനും മസ്ജിദുൻ ഷജറ എന്നുള്ള പള്ളിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിക്കുന്ന സമയത്ത്, ആരാരുമില്ലാത്ത സമയം, ശത്രുക്കളെ ഭയന്നുകൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു മരം വന്നുകൊണ്ട് പറഞ്ഞ്, എന്താണ് നബിയെ നിങ്ങൾക്ക് വേണ്ടിയത്? അപ്പോൾ മുത്തുനബി പറയുകയാണ്, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കല്ലാഹ് മതി എന്ന്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുള്ളതായ മസ്ജിദ് ഷജറയുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഹാജിമാർ ഒരുപാട് ഉംറ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്ക കാണാൻ, മദീന കാണാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ മുത്തുനബിന്റെ ചാരത്ത് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്നുള്ള സലാത്തും സലാമും ചൊല്ലാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് അങ്ങനെയുള്ള ഭാഗ്യം കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. ഈ സ്വലാത്ത് അധികരിപ്പിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെയുള്ള മഹാഭാഗ്യം അവിടെ സ്ഥലത്തിൽ എത്താൻ വേണ്ടി സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും അവിടെ ആ ഭൂമിയെ കാണാൻ, അങ്ങനെയുള്ള മസാറകൾ സന്ദർശിക്കുവാനും, പരിശുദ്ധ കഅബയിൽ ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.